വർഷം കുറയായി നമ്മുടെ ഡെയിലി ലൈഫിൽ സിനിമ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അന്നും ഇന്നും 3D എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര കൗതുകമുള്ള കാര്യമാണ്. എന്നാൽ അതിലും തെറ്റിദ്ധാരണകളില്ലേ? പലരും പറഞ്ഞു കേൾക്കാറുണ്ട്, സ്ക്രീനിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വെടിയുണ്ടകൾ പോലെയുള്ള ഒബ്ജക്റ്റുകൾ, ചാടി വരുന്ന കാറുകൾ, അങ്ങനെയുള്ള ഷോട്ടുകൾ, മൊമെന്റുകളാണ് 3D എന്നത്. എന്നാൽ അത് മാത്രമാണോ? സ്പൈഡർമാനിൽ 3D പോരാ, സൂപ്പർമാനിൽ 3D പോരാ, ലൈഫ് ഓഫ് പൈൽ 3D പോരാ. ഇത് വളരെ സിമ്പിളായി എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മുടെ രണ്ട് കണ്ണുകൾക്കും ചെറിയ ഡിഫറൻസിൽ ഇമേജുകൾ കാണിക്കുന്നത് വഴി ഡെപ്തിൽ ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് 3D എഫക്റ്റ് സംഭവിക്കുന്നത്. ഓക്കെ, ഇത് ഭൂരിഭാഗം പേർക്കും അറിയാം. ഇനി 3Dയെ കുറിച്ചുള്ള ചില തെറ്റിദ്ധാരണകൾ കൂടി ക്ലിയർ ചെയ്യാം. നെഗറ്റീവ് പാരലക്സ്, പോസിറ്റീവ് പാരലക്സ് എന്ന് കേട്ടിട്ടുണ്ടോ? പാരലക്സ് എന്താണെന്ന് ആദ്യം പറയാം. രണ്ട് വ്യൂ പോയിന്റ് അല്ലെങ്കിൽ രണ്ട് ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷനിൽ ഉണ്ടാകുന്ന ഷിഫ്റ്റ് ആണ് ഈ പാരലക്സ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇതുപോലെ ഒരു വിരൽ പിടിക്കുക, എന്നിട്ട് വലത് കണ്ണുകൊണ്ട് ആദ്യം നോക്കുക, ശേഷം വലത് കണ്ണടച്ച് ഇടത് കണ്ണുകൊണ്ട് നോക്കുക. അപ്പോൾ ചെറിയൊരു വ്യത്യാസം കാണുന്നില്ലേ? ഇത്രയേ ഉള്ളൂ. ഇതാണ് പാരലക്സ്. നമ്മുടെ വലത് കണ്ണും ഇടത് കണ്ണും എന്ത് കാണുന്നു എന്നതിലെ ഡിഫറൻസ് ആണിത്. ഈ ഡിഫറൻസ് ആണ് ഇല്യൂഷൻ ഓഫ് ഡെപ്ത് ക്രിയേറ്റ് ചെയ്യുന്നത്. 3 തരത്തിലുള്ള പാരലക്സ് ഉണ്ട്. ഒന്ന് സീറോ പാരലക്സ്. അത് നമ്മൾ രണ്ട് കണ്ണുകൊണ്ട് ഒരുമിച്ച് കാണുന്ന ഇമേജ്. സിനിമ ഡയറക്റ്റ്ലി നമ്മുടെ സ്ക്രീനിൽ കാണാൻ കഴിയുന്നതിനെ സീറോ പാരലക്സ് എന്ന് വിളിക്കാം. അടുത്തത് നെഗറ്റീവ് പാരലക്സ്. അതായത് ലെഫ്റ്റിലെയും റൈറ്റിലെയും ഇമേജുകൾ പൊസിഷൻ ചെയ്യുന്നത് വഴി ഒബ്ജക്റ്റ്, അതായത് നമ്മുടെ സിനിമ സ്ക്രീനിന്റെ നേരെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഒരു എഫക്റ്റ് ഉണ്ടാവുന്നു. ഒരു പോപ്പ് ഔട്ട് എഫക്റ്റ്. അതാണ് കൺവെൻഷണൽ 3D ഫോർമാറ്റായി കുറേ പേരുടെയും ഉള്ളിൽ നിലനിൽക്കുന്നത്. 1953 റിലീസായ ഹൗസ് ഓഫ് വാക്സ്, 83 ജോസ് 3Dയിലെ ഷാർക്ക് അറ്റാക്ക് പോലുള്ള സീക്വൻസുകൾ, 2003 സ്പൈ കിഡ്സ് 3D. ഒരു പക്ഷേ 2000 ശേഷം വന്നതിൽ പോപ്പ് ഔട്ട് എഫക്റ്റ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് ഈ സിനിമയിലായിരിക്കും. ഇനി പറയാനുള്ളത് പോസിറ്റീവ് പാരലക്സിനെ കുറിച്ചാണ്. ലെഫ്റ്റിലെയും റൈറ്റിലെയും ഇമേജുകൾ അറേഞ്ച് ചെയ്യുന്നത് സ്ക്രീനിന് പുറകിൽ ഒബ്ജക്റ്റ് വരുന്ന പോലെയാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? സ്ക്രീൻ ഒരു വിൻഡോ പോലെയാകുന്നു. ലോങ് വ്യൂവിൽ കൂടുതൽ കംഫർട്ടബിൾ ആകുന്നു. മോഡേൺ ഫിലിം മേക്കിംഗ് ഏറ്റവും കൂടുതൽ കാണുന്നതും പോസിറ്റീവ് പാരലക്സ് ആണ്. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയും അവതാറും ലൈഫ് ഓഫ് പൈയും അവഞ്ചേഴ്സ് സിനിമകളും എല്ലാം ഇതിൻ്റെ എക്സാമ്പിളാണ്. നെഗറ്റീവ് പാരലക്സ് മാത്രം ഡിപ്പെൻഡ് ചെയ്താൽ, ബാക്ക് ടു ബാക്ക് പോപ്പ് ഔട്ട് എഫക്റ്റുകൾ സ്ക്രീനിൽ കൂടുതൽ വന്നാൽ അത് കണ്ണിന് അത്ര നല്ലതല്ല എന്ന പഠനങ്ങളും ഉണ്ട്. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ബെറ്റർ എന്നതല്ല ശരിക്കും ചർച്ച, ഇത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ്. നെഗറ്റീവ് പാരലക്സ് ചില മൊമെന്റുകളിൽ ഇഫക്റ്റീവായി ഉപയോഗിച്ചാൽ ഗംഭീരമായിരിക്കും. എന്നാൽ 90% സിനിമയും പോസിറ്റീവിൽ നിലനിൽക്കുന്നത് പോലെ. സോ വി സ്റ്റാർട്ട് എക്സ്പ്ലെയിൻഡ് വിത്ത് അവർ ഫസ്റ്റ് എപ്പിസോഡ്, 3D ഫിലിം മേക്കിംഗ് എക്സ്പ്ലെയിൻഡ്.